ഇതാഅത്തുർ റസൂൽ എന്ന് പറയുന്നത് നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിരുപാധികം റസൂലിനെ അംഗീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടമാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ മനസ്സിലാക്കുക, സീറത്ത് പഠിക്കുക. അതെല്ലാവർക്കും ബാധ്യതയാണ്. ഒന്നാമത് ബാധ്യത ഓരോ വ്യക്തിക്കും അയാളുടെ കീഴിൽ എല്ലാവർക്കും ബാധ്യതയുള്ള ഒന്ന് ഖുർആൻ പഠിക്കലാണ്. രണ്ടാമത്തെ എന്താണ്? സീറത്തുൻ നബി. അലി റളിയല്ലാഹു അൻഹു പറയാൻ, നിനക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത്, ചരിത്രം കുട്ടികളെ നീ പഠിപ്പിക്കുക, എങ്കിൽ നിന്റെ കുട്ടികൾ വഴികേടിലാവുകയില്ല. നബിയുടെ ചരിത്രം പഠിക്കണം. രണ്ടാമത് അദ്ദേഹം പറയണത്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് ഭക്ഷണം പോയാൽ നിങ്ങൾക്ക് ആ കുട്ടിയെ ശകാരിക്കാം, അത് ശരിയായ പ്രവൃത്തിയല്ല, ചെയ്യരുതെന്ന് പറയും. പക്ഷേ നിങ്ങൾ ആ കുട്ടിയോട് പറയൂ, ഒരു വറ്റ് കളയുന്നത് ആർക്കിഷ്ടമായിരുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയിലൂടെ ആ കുട്ടി ആരെ സ്നേഹിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബുൻ നബി, കുട്ടികളെ പഠിപ്പിക്കൂ എന്ന് അലി റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വഴി ഒരു കാര്യം എന്ത് ചെയ്യുക? നിരാകരിക്കുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന് ഇത്താഴത്തിന്റെ കൂലി ഉണ്ടാവും, രണ്ടാമത് ഹുബ്ബിന്റെ ചരിത്രം. അവ ഹുബ്ബിന്റെ പ്രതിഫലവും അയാൾക്ക് ലഭിക്കും. തഅല്ലും, നബി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം മുഴുവനായി. ഒരാൾക്ക് പഠിക്കാൻ കുറേ സമയം കാലമൊക്കെ എടുക്കുമെങ്കിലും സാമാന്യമായൊരു ചരിത്രം നബിയെക്കുറിച്ച് ആർക്കറിയണം? ഒരു വിശ്വാസിക്കറിയണം. വിശ്വാസിക്കറിയണം. സീറത്ത് എന്നാണ് പറയാ, താരീഖ് എന്ന് സാധാരണ പറയും, നബി ചരിത്രത്തിന് പറയാറില്ല. സീറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇക്റാമു ചെയ്യുക, ആദരിക്കുക. നബി തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് വളരെ എളുപ്പമായിരിക്കും. നബി ആദരിക്കുന്ന രീതി എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കും. എല്ലാ കാലത്തും നബി ആദരി. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹ് റസൂൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ മുൻകടക്കാതിരിക്കുക, ഓവർടേക്ക് ചെയ്യാതിരിക്കുക. അതാണ് ഇക്റാമിന്റെ ആദ്യത്തെ ഫലം. ആര് പറഞ്ഞു? നബി പറഞ്ഞു, ന സമിഅനാ വഅതഅനാ. പിന്നെ ഞങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ഓവർടേക്ക് ചെയ്യാതിരിക്കലാണ് ഇക്റാം റസൂൽ. റസൂലിനെ ആദരിക്കലും ബഹുമാനിക്കലും. അപ്പൊ ഇക്റാം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്റാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ. എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് 10 അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്യും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സ്വലാത്ത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരാൾ പരാമർശിച്ചാൽ അവിടെ സ്വലാത്ത് ചൊല്ലണം. രണ്ടാമത്തത്, അതൊന്നുമില്ലെങ്കിലും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നബിയോടുള്ള ആദരവിന്റെ അടയാളമാണ്. ആദരവിന്റെ അടയാളമാണ്. സലഫു സാലിഹ്യങ്ങൾ ഒരു ദിവസം 10 സ്വലാത്തെങ്കിലും ചെല്ലാത്തൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് സലഫു സാലിഹ്യങ്ങൾ പറയാറുള്ളത്. സ്വലാത്തിൽ ഏറ്റവും ഉത്തമമായ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ്, നമസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത്.